Good morning. സുപ്രഭാതം. So good to be back. തിരിച്ചു വരുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. To see everyone, like I said, we watch you guys. You don't see us, but we see you. നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളെ കാണുന്നില്ലെങ്കിലും ഞങ്ങൾ നിരന്തരമായി നിങ്ങളെ കാണുന്നുണ്ട്. Yeah, so we watch the services. We, look at the heads. We get different views. So, we are probably more connected to you guys than you are to us. ഞങ്ങൾ ഓരോ സർവീസിലും ഈ സർവീസിലൂടെ കാണാൻ കഴിയുന്ന ഓരോരുത്തരെയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞും ബന്ധപ്പെട്ടിരിക്കുന്നു. And we are really excited about what the Lord is doing here. ദൈവം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറെ സന്തോഷത്തോടെയും ആശ്ചര്യത്തോടെയും ആയിരിക്കും. Just like he said, greater things will happen after you go. Amen. ഞങ്ങൾ പോയതിനു ശേഷം വലിയ കാര്യങ്ങൾ സംഭവിക്കും ദൈവം പറഞ്ഞതുപോലെ. So if we had not stepped out of the picture, some greater things would not have happened. അതുകൊണ്ട് ഈ ചിത്രത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ലായിരുന്നെങ്കിൽ ചില വലിയ കാര്യങ്ങൾ നടക്കുകയില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. Greetings from Pastor John and Josh. They are still in Dubai. Chris is attending ADS here. പാസ്റ്റർ ജോണിൽ നിന്നും ജോഷിൽ നിന്നുമുള്ള സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ് ഇവിടെ ADS അറ്റൻഡ് ചെയ്യുന്നു. They are preparing for the service there as well, and I really want to thank you all for praying, continually praying for us. God is among us there. അവിടെ അവർ സർവീസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അവിടെ ഞങ്ങളുടെ മധ്യേ ഉണ്ട്. And I think that is after so many years of doing ministry, I think the one thing that really matters is whether God is with us or not. ഒരുപാട് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്തതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ദൈവം നമ്മുടെ മധ്യേ ഉണ്ടോ എന്നുള്ളതാണ്. It's not in the numbers, it's not in how famous, how popular, but is that one thing is God with you. എത്ര വ്യക്തികളുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ പ്രസിദ്ധരായിരിക്കുന്നു എന്നുള്ളതിനെ അല്ല പ്രധാനപ്പെട്ട കാര്യം, എന്നാൽ ദൈവം നമ്മുടെ മധ്യേ ഉണ്ടോ എന്നുള്ളതാണ്. So the Lord attests his presence every single week, and we are content and grateful and pursuing what he has for us there. ഓരോ ആഴ്ചയും ദൈവം തന്നെ സാന്നിധ്യത്താൽ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അത് ഓർത്ത് ഞങ്ങൾ സംതൃപ്തിയോടുകൂടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഏറെ ആഗ്രഹിച്ച് മുന്നേറുന്നു. So let me jump straight into the word. വചനത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് കയറാം. It's a very simple word that I want to bring to you this morning. വളരെ ലളിതമായിട്ടുള്ള വചനമാണെന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. Again, from my own personal devotions, just going through the book of Exodus. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാനിപ്പോൾ ധ്യാനിക്കുന്നതായിട്ടുള്ള വ്യക്തിപരമായി ധ്യാനിക്കുന്നതായിട്ടുള്ള ഒരു പോർഷനാണിത്. But some wow moments that I had as I was reading it. എന്നാൽ ഇത് വായിച്ചപ്പോൾ എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയതായിട്ടുള്ള ചില നിമിഷങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. And so many years of reading the scriptures, and there are still so many wow moments. ഒരുപാട് വർഷങ്ങളായി തിരുവചനം വായിക്കുന്നു, എന്നാൽ ഇപ്പോഴും വായിക്കുമ്പോഴും ചില കാര്യങ്ങൾ വളരെ ആശ്ചര്യപ്പെടുത്തുന്നു. Man, so get hooked to God's word. അതുകൊണ്ട് ദൈവവചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. Scriptures are life. തിരുവചനമാണ് ജീവൻ കൊണ്ടുവരുന്നത്. The whole book of Exodus is about God taking a people who are slaves out of a land of slavery. പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത് തന്നെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ ദൈവം വിടുവിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. Slaves who had no identity for hundreds of years. നൂറുകണക്കിന് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് സ്വയമായിട്ട് യാതൊരു വ്യക്തിത്വവും ഇല്ലാത്തതായിട്ടുള്ള അടിമകൾ. Just do what you're told to do. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യുക. You're slaves. നിങ്ങൾ അടിമകളാണ്. No will of their own. അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളോ ഇച്ഛകളോ ഒന്നുമില്ല. No identity of their own. അവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വ്യക്തിത്വമില്ല. They know that some forefather was a man called Abraham. അവർക്ക് അറിയാം എൻ്റെ ഏതോ ഒരു പൂർവ്വ പിതാവ് അബ്രഹാം എന്ന പേരുള്ള ഒരു വ്യക്തിയുണ്ട്. But all those days are gone. എന്നാൽ ആ വർഷങ്ങളെല്ലാം കടന്നുപോയി. We are slaves. നാം അടിമകളാണ്. We are born slaves. നാം ഇപ്പോൾ അടിമകളാണ്. We die slaves. നാം ജനിച്ചത് അടിമകളായിട്ട് നാം അടിമകളായിട്ട് മരിക്കും. That's all that they can see. അവർക്ക് കാണുവാൻ കഴിയുന്നത് അത് മാത്രമാണ്. Till God comes into the picture. ദൈവം ആ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുന്നത് In the fullness of time. കാല സമ്പൂർണ്ണതയിൽ. The clock struck for God to step in. ദൈവത്തിൻ്റെതായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. ആ സമയത്തിനനുസരിച്ച് ദൈവം കയറുകയാണ്. And God remembered his promise to his servant Abraham. ദൈവം തന്റെ ദാസനായ അബ്രഹാമിനോട് നൽകിയ വാഗ്ദത്തം ദൈവം ഓർക്കുകയാണ്. And God knew now the time is ripe, I want to bring them out. ദൈവത്തിനാണ് ഇപ്പോൾ സമയമായിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരാനായിരിക്കുന്നു. But what do you do with a bunch of slaves? എന്നാൽ അടിമകളുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടവുമായിട്ട് എന്ത് ചെയ്യും? How long is it going to take you to change them into who God wanted them to be? ദൈവം അവരെക്കുറിച്ച് ആകുവാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുവാൻ തക്കവണ്ണം
എത്ര സമയമെടുക്കും? So God has a plan in his head, ദൈവത്തിൻ്റെതായിട്ടുള്ള ചിന്തയിൽ ചില പദ്ധതികളുണ്ട്. but they're still slaves. എന്നാൽ അവരിപ്പോഴും അടിമകളാണ്. And they cannot grasp this great plan and purpose of God for their lives. ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള അവരെക്കുറിച്ചുള്ള വലിയ പദ്ധതികളൊന്നും അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. So we see how God gradually leads them into trying to understand what he intended for them. നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവം അല്പാൽപമായിട്ട് വെളിപ്പെടുത്തുകയാണ് ദൈവം അവരെക്കുറിച്ച് എന്ത് ചിന്തിച്ചു എന്നുള്ളത്. So Exodus 1-14 is the whole story of them getting out of Egypt. പുറപ്പാട് പുസ്തകത്തിന്റെ 1 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ അവർ മിസ്രൈമിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കുന്നു എന്നുള്ളതിന്റെ കഥയാണ്. God shows them 10 powerful signs so that they would know that he is king. ദൈവം രാജാവാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം 10 ശക്തമായിട്ടുള്ള അടയാളങ്ങൾ ദൈവം കാണിക്കുകയാണ്. He only needed one. ഒന്നിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. But the 10 were one to give Pharaoh a chance to repent, 2 to demonstrate to his people his power and his glory. അപ്പോൾ ആദ്യത്തേത് ഫറവോന് മാനസാന്തരപ്പെടുവാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു. എന്നാൽ രണ്ടാമത്തേത് തന്റെ ജനത്തിന് താൻ രാജാവാണെന്ന് വെളിപ്പെടുത്തുവാനായി. So he is dealing with slaves. അതുകൊണ്ട് ദൈവത്തിന് അറിയാം ദൈവം അടിമകളുമായിട്ട് ഇടപെടുകയാണ്. They have zero concept of free will or freedom or identity. അവർക്ക് സ്വാതന്ത്ര്യം, വ്യക്തിത്വം, സ്വന്തമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവ്, ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. Collect mud, make bricks, that's all they know. അവർ മണ്ണെടുക്കുക, ഇഷ്ടിക ഉണ്ടാക്കുക അല്ലെങ്കിൽ കല്ലുണ്ടാക്കുക, ഇത് മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. But he's dreaming a kingdom of priests. എന്നാൽ ദൈവമാണെങ്കിലോ രാജകീയ പുരോഹിത വർഗത്തെക്കുറിച്ചുള്ള അങ്ങനെയുള്ള ഒരു ദേശത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്. He's seeing a plan for them. ദൈവം അവരെക്കുറിച്ച് മറ്റുള്ളൊരു പദ്ധതി കണ്ടുകൊണ്ടിരിക്കുക. If I were God's advisor, I'd say, God, forget it, it's not going to work. ഞാൻ ദൈവത്തിന്റെ ഒരു ഉപദേശക ആയിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ദൈവമേ അത് വിട്ടേക്ക്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. This is like impossible. It'll take at least 10 generations to do this. ഇത് നടക്കാൻ പോകാത്ത കാര്യമാണ്, എത്ര തലമുറ എടുത്താലും നടക്കാൻ പോകുന്നില്ല. Then I think when God saw some of us, the angels would have told God, forget her, no way. ഞാൻ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ദൈവം നമ്മെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില ദൂതന്മാർ ഉണ്ടാകാം, അവരെയൊക്കെ വിട്ടേക്ക്, അത് പോക്ക് കേസാണ്. Too difficult, Lord. അപ്പം വലിയ ബുദ്ധിമുട്ടാണ്. But God was committed. Amen. എന്നാൽ ദൈവം അത് ശ്രദ്ധിച്ചില്ല. ദൈവം തന്റെ പദ്ധതിയിൽ തന്നെ നിന്നു. And that's why every one of us is sitting here. അതുകൊണ്ടാകുന്നു നാം ഓരോരുത്തരും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. Amen. Because he said, no, I think I can do something. ദൈവം പറയുകയാണ്, ഇല്ല, എനിക്ക് ഉറപ്പാണ് ആ വ്യക്തിയിൽ എനിക്ക് ചിലത് ചെയ്യുവാൻ കഴിയും. So I love God's faith with the bunch of slaves to take them and say, make them a kingdom of priests. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ വിശ്വാസത്തിന്റെ അളവ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു കൂട്ടം അടിമകളെ എടുത്തിട്ട് എനിക്ക് അവരെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം. And in verse 4, in chapter 14, they come out of Egypt with a powerful deliverance. The firstborns of Egypt are killed and they are really happy. അപ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ അവിടെ വലിയ ഒരു വിടുതലിലൂടെ ഈ ജനം പുറത്തേക്ക് വരികയാണ്. ആ ദേശത്തിലെ കടിഞ്ഞൂലുകളെ എല്ലാം കൊന്നുകളയുകയാണ്. And 15-18, that's Exodus 15-18, we see God begins to demonstrate himself, show himself, his nature to them. പുറപ്പാടിന്റെ 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. He provides for them supernaturally with manna. അത്ഭുതകരമായിട്ട് ദൈവികമായ രീതിയിൽ തന്റെ ജനത്തിന് മന്ന നൽകുന്നു. He gives them water from the rock. പാറയെ പിളർന്ന് അവിടെ വെള്ളം നൽകുകയാണ്. He defeats a powerful army of the Amalekites through the people of Israel. അവരിലൂടെ, ഇസ്രായേൽ ജനത്തിലൂടെ അമാലേക്യരെ അവിടെ തകർക്കുകയാണ്. So he's showing them that I am here for you, I love you and I will take care of you. അവിടെ ദൈവം ആ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. But now God wants to go deeper. എന്നാൽ ഇപ്പോൾ ദൈവം ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. Because God is a God of covenant. കാരണം ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. I'm glad that Sona is talking about the covenant heart to the women this week. അപ്പോൾ സഹോദരിമാരുമായിട്ട് സോന ആ ഉടമ്പടി ഹൃദയത്തെക്കുറിച്ച് ഈ ആഴ്ച പറയുന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട്. You know, our minds are really not capable of fully grasping or understanding the covenant heart of God. നമ്മുടെ മനസ്സുകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉടമ്പടി ഹൃദയത്തെ പൂർണ്ണമായിട്ടും ഗ്രഹിക്കുവാൻ കഴിവുള്ളതല്ല. He is not just interested in transaction. ദൈവത്തിന് ചില ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. I give you manna, you give me worship. ഞാൻ നിനക്ക് മന്ന തരാം, നീ എന്നെ ആരാധിക്കണം. I give you quail, you give me something else. ഞാൻ നിനക്ക് കാടയെ നൽകാം, നീ എനിക്ക് വേറെ എന്തെങ്കിലും തരണം.
Most of us are okay with that. നമ്മിൽ പലരും ആ ഒരു രീതിയുമായിട്ട് നമുക്ക് കുഴപ്പമില്ല, പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. I come to church on Sunday, you bless my business. ഞാൻ ഞായറാഴ്ച സഭയിൽ വരുന്നു, ദൈവം എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കണം. I give you tithe, you give my child admission for university. ഞാൻ ദശാംശം നൽകുന്നു, എൻ്റെ കുഞ്ഞിന് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നൽകണം. We are okay with transaction. നമുക്ക് പലപ്പോഴും ഈ ഇടപാടുകളുടെ രീതിയുമായിട്ട് നമുക്ക് വളരെ സൗകര്യമാണ്. But God is never satisfied with that. എന്നാൽ ദൈവം ഒരിക്കലും അതിൽ സംതൃപ്തനാകുന്നില്ല. He goes deeper, says covenant. ദൈവം വീണ്ടും ആഴത്തിലേക്ക് കയറി ഉടമ്പടിയെ കുറിച്ച് പറയുകയാണ്. I don't want to just make you my contract people. എൻ്റെ കരാറുകാരാക്കുവാനല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്. I want to get into covenant with you. എനിക്ക് നിങ്ങളുമായി ഉടമ്പടിയിലേക്ക് കയറുവാൻ ആഗ്രഹം. And remember, this is God Almighty. ഇത് സർവശക്തനായ ദൈവമാണെന്ന് And these ഓർക്കുക. are a bunch of slaves. അതും ഇവരാണെങ്കിലോ അടിമകൾ. Not the kind of people that can make covenant. ഒരു ഉടമ്പടി സാധാരണ രീതിയിൽ ഇടപെടുന്ന രണ്ട് പാർട്ടികളല്ല. But that's because of who God is, that he believes that he can stay in covenant with them. എന്നാൽ അത് ദൈവം ആരാകുന്നു, അതുകൊണ്ടാകുന്നു ദൈവം വിശ്വസിക്കുന്നു ഇവരുമായിട്ട് എനിക്ക് ഉടമ്പടി ബന്ധത്തിലാകുവാൻ കഴിയും. Most of us are not people that can make covenant with God. നമ്മിൽ പലരും ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ കയറുവാൻ യോഗ്യതയുള്ളവരല്ല. To stand as a king before the King of Kings and say, I come in covenant with you. രാജാധിരാജന്റെ മുമ്പാകെ നിന്ന് ഞാൻ അങ്ങുമായിട്ട് ഉടമ്പടിയിലാകുന്നെന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. You know, kings make covenants with kings. രാജാക്കന്മാർ രാജാക്കന്മാരുമായി മാത്രം ഉടമ്പടി ചെയ്യുന്നു. Because that's their stature. അവരുടേതായിട്ടുള്ള നിലവാരം അതാണ്. But the King of Kings comes to make covenant with every one of us. എന്നാൽ രാജാധിരാജൻ നാം ഓരോരുത്തരുമായി ഉടമ്പടിയിലാകുവാനായിട്ട് വരികയാണ്. He could have said, you know, I'll make contracts with most people, but some of those best guys only I will make covenant. ഒരുപക്ഷെ ദൈവത്തിന് പറയാമായിരുന്നു, എല്ലാവരുമായിട്ട് ഞാൻ വേണമെങ്കിൽ കരാറിൽ ഏർപ്പെടാം, എന്നാൽ മികച്ചവരുമായിട്ട് മാത്രം ഞാൻ ഉടമ്പടിയിൽ കയറാം. Oh, and it is such an honor for us to be called into a covenant relationship. എന്നാൽ ദൈവവുമായിട്ടുള്ള ആ ഉടമ്പടി ബന്ധത്തിലേക്ക് കയറുവാൻ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബഹുമാനമാണ്. So in 19 we see that, okay, God said, now I've shown you my power, now I want to call you to come deeper. അപ്പോൾ 19-ാമത്തെ അധ്യായത്തിൽ നാം കാണും, ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ ശക്തി ഇപ്പോൾ കണ്ടിരിക്കുന്നു, ഇനി ആഴത്തിലേക്ക് കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Chapter 19 of Exodus. പുറപ്പാട് പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായം. We read, in the 3rd month, when the children of Israel were gone out of the land of Egypt, the same day they came into the wilderness of Sinai, for they were departed from Rephidim. We'll skip that verse. Verse 3, and Moses went up to God, and the Lord called to him out of the mountain, saying, thus shall you say to the house of Jacob, and tell the children of Israel, you have seen what I did to the Egyptians, and how I bore you on eagle's wings, and brought you to myself. പുറപ്പാട് 19:1, ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിൽ എത്തി. 3-ാമത്തെ വാക്യം, മോശെ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്ന് യഹോവ പർവ്വതത്തിൽ നിന്ന് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്തെന്നാൽ, ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. And verse 5, now therefore, if you will obey my voice indeed and keep my covenant, then you shall be a peculiar treasure to me above all people, for all the earth is mine, and you shall be to me a kingdom of priests and a holy nation. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് വചനങ്ങളാണ്. So God is putting forth the offer to the people. അതുകൊണ്ട് ദൈവം ഈ ഓഫർ തന്റെ ജനത്തിന് മുമ്പാകെ നൽകുകയാണ്. He said, you saw what I did. നിങ്ങൾ ഞാൻ ചെയ്തത് കണ്ടുവല്ലോ. Now if you want to continue to walk with me, അതുകൊണ്ട് ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, and if you will truly obey my voice, എൻ്റെ വചനം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുമെങ്കിൽ, and keep my covenant, എൻ്റെ ഉടമ്പടി നിങ്ങൾ കാത്തു സൂക്ഷിക്കുമെങ്കിൽ, then you will be my special people. അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രത്യേക സമ്പത്തായിരിക്കും. And you will be a kingdom of priests. നിങ്ങൾ ഒരു പുരോഹിത രാജ്യത്വമായിരിക്കും. And you will be a holy nation. വിശുദ്ധ ജനവുമാകും. I'm sure they didn't even understand what all that meant. എനിക്ക് ഉറപ്പാണ് അവർക്ക് ഇതൊന്നും കേട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവുകയില്ല. So Moses hears that, and Moses goes back to the children of Israel. മോശ ഇത് കേട്ട് ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് പോവുകയാണ്. And he says he called for all the elders to come. മൂപ്പന്മാരെ വിളിച്ചു എന്ന് പറയുന്നു.
And verses 7, he laid before their faces all the words which the Lord commanded him. 7-ാമത്തെ വാക്യം പറയുന്നത്, മോശെ വന്ന് ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ച് യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. And verse 8, all the people answered together and said, all that the Lord has spoken we will do. 8-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. See, God is asking permission ദൈവം അനുവാദം ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. because that's who he is. കാരണം ദൈവം അങ്ങനെയാകുന്നു. There are a bunch of slaves. He can just take over, right? അവർ അടിമകളാണ്. പ്രത്യേകിച്ച് അനുവാദം ഒന്നും ചോദിക്കാതെ ദൈവത്തിന് വേണമെങ്കിൽ ഭരിക്കാം. He could have just ruled over them and says, just do what I say. വേണമെങ്കിൽ അവരെ ഭരിച്ച് ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. But that's not covenant. എന്നാൽ അതല്ല ഉടമ്പടി. God pulled out and honored the free will that he had given them when he created them. ദൈവം അവരെ വിടുവിച്ച് അവരെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് നൽകിയതായിട്ടുള്ള ആ സ്വാതന്ത്ര്യം, സ്വന്തമായി തീരുമാനിക്കുവാനുള്ള കഴിവ്, അത് അവർക്ക് തിരിച്ചു നൽകി. And he said, I showed you what I can do. ഞാൻ നിങ്ങളെ കാണിച്ചു എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന്. And I'm putting this offer before you. ഇനി നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഈ ഓഫർ നൽകുകയാണ്. But I want you to say, yes, we will obey. എന്നാൽ നിങ്ങൾ പറയണം ഞാൻ And അനുസരിക്കുമെന്നുള്ളത്. that's how God is with us even today. അതുപോലെയാണ് ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ. He will never overstep the free will that he has given us. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ആ സ്വന്തം ഇച്ഛ തീരുമാനിക്കുവാനുള്ള കഴിവ്, അതിൽ ദൈവം അതിനെ മറികടക്കുകയില്ല. He says, you've seen what I have done. ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടു. You've seen the cross and my sacrifice. അപ്പോൾ എന്റേതായിട്ടുള്ള ആ യാഗം, നിങ്ങൾ ക്രൂശ്, ഇതെല്ലാം കണ്ടു. Now I invite you to come into covenant with me. ഇനി ഞാനുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം I ചെയ്യുന്നു. invite you to a deeper relationship. ഞാനൊരു ആഴത്തിലുള്ള വ്യക്തിബന്ധത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. It doesn't mean that we get everything we want when we're in covenant with God. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ലഭിക്കുമെന്നല്ല. It's the relationship itself, I think, that is the greatest treasure in a covenant with God. എന്നാൽ ഈ ഉടമ്പടി ബന്ധത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഈ വ്യക്തിബന്ധമാണ്. So now the people agree. അതുകൊണ്ട് വ്യക്തികൾ ഇപ്പോൾ സമ്മതിച്ചു. And Moses, who's called the mediator of this covenant, he takes it back, the words back to God. അപ്പോൾ മോശയാണ് ഈ ഉടമ്പടിയുടെ മധ്യസ്ഥൻ. മോശ ഈ കാര്യം യഹോവയോട് ബോധിപ്പിച്ചു. And then God says, okay, I will come down. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ വരാം. I will come down to fix this covenant. ഈ ഉടമ്പടി ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ താഴേക്ക് വരും. Or like they call ratify a covenant. ആ ഉടമ്പടിയെ ഉറപ്പിക്കുവാൻ, To sign the agreement. ആ ഒരു കരാർ അല്ലെങ്കിൽ അതിലൊരു സിഗ്നേച്ചർ ചെയ്യുവാനായിട്ട് God says, I will come. ഞാൻ വരുമെന്ന് You പറയുക. see, their agreement and their will that says, yes, we will obey the Lord, opened the way for the next step. അപ്പോൾ ഞാൻ തയ്യാറാകുന്നു, അവരുടെ സമ്മതം എന്ന് പറയുന്നത് അടുത്ത ചുവടിലേക്ക് നയിക്കുകയാണ്. If they said no, that would have ended there. ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ അവസാനിച്ചേനെ. But they agreed. എന്നാൽ അവർ സമ്മതിച്ചു. Because they agreed, they got to go deeper. കാരണം അവർക്ക് ആഴത്തിലേക്ക് ദൈവത്തോടൊപ്പം പ്രവേശിക്കണമെന്ന് അവർ സമ്മതിച്ചു. There's power in our confession. നമ്മുടേതായിട്ടുള്ള ഏറ്റുപറച്ചിലിൽ വലിയ ശക്തിയുണ്ട്. There's power in what we declare and what we say. നാം പറയുന്നതിലും നാം ഏറ്റുപറയുന്നതിലും ഒക്കെ വലിയ ശക്തിയുണ്ട്. Which is why it says, we believe in your heart and you confess with your mouth that Christ is Lord, you will be saved. അതുകൊണ്ടാകുന്നു ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുക, യേശു തന്നെ കർത്താവെന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് അതുകൊണ്ടാകും. Because God honors the free will he has given every single one of us. കാരണം നാം ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന സ്വന്തമായിട്ടുള്ള ആ ഇച്ഛ, അത് ദൈവം മാനിക്കുന്നു. Even a child has free will. ഏതൊരു കുഞ്ഞിനുമുണ്ട് ആ സ്വന്തമായിട്ടുള്ള ഇച്ഛ. And God honors even that. ദൈവം അതിനെയും മാനിക്കുന്നു. And so when the people said yes, they were ready to go deeper with God. അവർ ഉവ്വ് എന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞപ്പോൾ ദൈവവുമായിട്ട് ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ ഒരുക്കമായിരുന്നു. Some of us need to say some yeses to God. നമ്മിൽ ചിലർ ദൈവവുമായിട്ട് ചില ഉവ്വുകൾ പറയേണ്ടത് ആവശ്യമുണ്ട്. We're stuck at a certain level because we haven't said, Lord, I'm willing, I'm ready to go deeper. ചിലർ ചില പ്രത്യേക തലത്തിൽ അങ്ങ് തങ്ങി നിൽക്കുകയാണ്. കാരണം ദൈവവുമായിട്ട് ആഴത്തിലേക്ക് പോകുവാനായിട്ട് ഉവ്വ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. Maybe there are some things the Lord is saying, if you will obey my voice, then you can come deeper into covenant with me. ചില കാര്യങ്ങൾ ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതിൽ അനുസരിക്കുമ്പോഴത്തേക്കും ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ഉടമ്പടിയിലേക്ക് കയറുവാൻ കഴിയുന്നു.
So then Moses takes it back to the people and says, okay, God is going to come to sign the covenant. അതുകൊണ്ട് മോശ വീണ്ടും ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ദൈവം ഈ ഉടമ്പടി സ്ഥാപിക്കുവാൻ വേണ്ടി വരാൻ പോകുന്നു. So there is a preparation. അതിനായിട്ട് അവർക്കൊരു ഒരുക്കമുണ്ട്. 3 days he wants you to sanctify yourselves. 3 ദിവസം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. A covenant is a big thing. ഉടമ്പടി ഒരു വലിയ കാര്യമാണ്. Okay, you don't just go like we go to the registrar office and just sign the document and go back home. നാം രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിട്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് പോലെ അല്ല ഇത്. They were giving themselves to become a kingdom of priests and a holy nation. ഒരു വിശുദ്ധ ജനമാകുവാനായിട്ടും പുരോഹിത രാജ്യത്വമാകുവാനായിട്ടും അവർ തങ്ങളെ തന്നെ വേർതിരിക്കുകയായിരുന്നു. So God says, prepare. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ ഒരുങ്ങുക, Keep yourselves pure. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, And you come, നിങ്ങൾ വരുക, and I will come. ഞാനും അവിടെ വരും. And then God descends on the mountain. അവിടെ ദൈവം പർവ്വതത്തിൽ ഇറങ്ങുകയാണ്. And we know what happened. The mountain begins to smoke. അവിടെ നമുക്കറിയാം, അവിടെ പുക വരുവാനായിട്ട് തുടങ്ങി. And there's thunders and there's lightnings and God is on Sinai. അവിടെ ഇടിമിന്നലെല്ലാം വരുവാൻ തുടങ്ങി. ദൈവം സീനായിലുണ്ട്. But why has he come? എന്നാൽ എന്തിനു വേണ്ടി ദൈവം വന്നു? Not to scare them. അത് അവരെ ഭയപ്പെടുത്തുവാനല്ല. Not to show them how powerful he is. ദൈവം എത്രമാത്രം ശക്തനാണെന്ന് കാണിക്കുവാനല്ല. He's come because they agreed to come into covenant with him. ഒരു ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് തയ്യാറെന്ന് അവർ പറഞ്ഞതുകൊണ്ട് So ദൈവം he അവിടെ says, വന്നു. now I can show you some more of myself. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ അങ്ങനെ സമ്മതിച്ചതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അധികമായി നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. But still not too much. You still can't come near the mountain. എന്നാൽ അപ്പോഴും ആയിട്ടില്ല, നിങ്ങൾക്ക് പർവ്വതത്തിലേക്ക് വരുവാനായിട്ടില്ല. So now Moses goes up. So the Lord tells in chapter 19, verses 20, say, the Lord came down upon Mount Sinai on the top of the mount, and the Lord called Moses up to the top of the mount, and Moses went up. പുറപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം പറയുന്നു, യഹോവ സീനായ് പർവ്വതത്തിൽ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി, യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു, മോശെ കയറി ചെന്നു. See, Moses was already in covenant with God. മോശ ആ സമയത്ത് തന്നെ ദൈവവുമായിട്ട് ഉടമ്പടിയിലായിരുന്നു. At the burning bush, he had already given himself to obey the Lord's voice. ആ കത്തുന്ന മുൾപടർപ്പിന്റെ സമയത്ത് തന്നെ മോശ ദൈവശബ്ദം അനുസരിക്കുവാനായിട്ട് തന്നെ സമർപ്പിച്ചു. And on his way to Egypt, he was circumcised, which confirmed or ratified the covenant. മിസ്രൈമിലേക്കുള്ള വഴിയിൽ തന്നെ His children were circumcised. His children. തന്റെ മക്കൾ പരിച്ഛേദനയേറ്റു. അത് ആ ഉടമ്പടിയെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. If you know the story, they say, they don't understand it fully, but God was going to kill Moses, and Zipporah comes in between and says, okay, I will circumcise the children. So that was supposed to be something that was really essential if Moses had to deliver the people out of Egypt. അപ്പോൾ നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായില്ലെങ്കിലും ആ സമയത്ത് ദൈവം മോശയെ കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ സിപ്പോറ ഇടപെട്ട് മക്കളെ പരിച്ഛേദന ഏൽപ്പിക്കുന്നു. അത് ആ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനായിട്ട് ആ ഒരു കാര്യം ആവശ്യമായിരുന്നു. And Moses could freely go up and down the mountain. മോശയ്ക്ക് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ ആ പർവ്വതത്തിലേക്ക് കയറുവാനും ഇറങ്ങുവാനും കഴിയുമായിരുന്നു. Because he was walking in covenant with God. കാരണം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ മോശ നടന്നു. He was walking in complete surrender to God. ദൈവവുമായിട്ടുള്ള പൂർണ്ണ വിധേയത്വത്തിൽ നടന്നു. So God tells Moses, okay, let the people stay far away because we have not yet made covenant, they can't come near. അതുകൊണ്ട് മോശ പറയുകയാണ്, ജനം മാറി നിൽക്കട്ടെ, കാരണം ആ ഉടമ്പടിയിലാകാതെ അവർക്ക് അടുത്ത് വരുവാൻ And കഴിയില്ല. then out of the mountain a voice comes and gives them the 10 commandments. ആ പർവ്വതത്തിൽ നിന്ന് അവിടെ 10 കൽപ്പനകൾ അല്ലെങ്കിൽ ന്യായപ്രമാണം അവർക്ക് നൽകപ്പെടുകയാണ്. And I don't know if God intended it to stop at 10, but after 10 it was actually the people who said, please tell him to stop, we can't handle his voice. അപ്പോൾ ദൈവം അത് 10-ൽ നിർത്താൻ ആഗ്രഹിച്ചു എന്ന് എനിക്ക് അറിയുകയില്ല. എന്നാൽ 10 ആയപ്പോഴത്തേക്കും ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് നിർത്തണമേ, ഇനിയും ഞങ്ങൾക്ക് ഇത് താങ്ങുവാൻ കഴിയുകയില്ല. Verse 18 of chapter 20, and all the people saw the thunderings and the lightnings and the noise of the trumpet and the mountain smoking. And when the people saw it, they removed and stood far off. പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം പറഞ്ഞ, ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു.
You speak with us, we will hear. Please don't let God speak with നീ us. ഞങ്ങളോട് സംസാരിക്കുക, എന്നാൽ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ. Because this was a people that have known only fear. കാരണം ഈ ജനം എന്ന് പറയുന്നത് ഭയം മാത്രം അറിയുന്ന ജനമാണ്. They've been whipped and beaten and intimidated and oppressed for so many hundreds of years. അവർ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് അടിയേറ്റുകൊണ്ട് ഞെരുക്കപ്പെട്ട് തകർന്നിരിക്കുന്ന ജനമാണ്. But why is God coming? എന്നാൽ എന്തുകൊണ്ട് ദൈവം വരുന്നു? To make covenant. ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ. God is coming to pull them up. ദൈവം അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി വരുന്നു. To say, holy nation, നിങ്ങളൊരു വിശുദ്ധ ജനമാണെന്ന് പറയുവാൻ, kingdom of priests. പുരോഹിത രാജ്യത്വമാണെന്ന് പറയുവാൻ. But they're saying, oh, we can't handle it. They're running away. എന്നാൽ അവർ പറയുകയാണ്, അയ്യോ ഞങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഓടി മാറുകയാണ്. But God says, okay, it's okay. Maybe they can't handle my glory. എന്നാൽ ദൈവം പറയുകയാണ്, കുഴപ്പമില്ല, എന്റെ മഹത്വം ഒരുപക്ഷെ അവർക്ക് താങ്ങുവാൻ കഴിയുന്നില്ല. Verse 21 says, and the people stood afar off, and Moses drew near to the thick darkness where God was. 21-ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ ജനം ദൂരത്ത് നിന്നു, മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്തു ചെന്നു. Because in verse 20, Moses tells people, see, God has not come to make you afraid. He's just come to make his fear come upon you so that you will walk with him. കാരണം 20-ാമത്തെ വാക്യത്തിൽ മോശ ജനത്തോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന്, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന് മാത്രമേ ദൈവം വന്നിരിക്കുന്നത്. We're sometimes so quick to run away from God when we should be going closer. ചില സമയത്ത് ദൈവത്തിൽ നിന്ന് നാം മാറി ഓടുവാൻ വലിയ ധൃതിയാണ്, എന്നാൽ യഥാർത്ഥത്തിൽ നാം ദൈവത്തിന്റെ അടുക്കലേക്കാണ് When we see പോകുന്നത്. things we don't understand, we want to stay away. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ താല്പര്യം മാറി നിൽക്കുവാനാണ്. When the glory comes in the mountain, we're like, hey, Moses, you go, you talk to God. We're not coming. പർവ്വതത്തിൽ മഹത്വം കാണുമ്പോൾ നാം മാറി നിന്ന് മോശയോട് പറയുകയാണ്, നീ സംസാരിക്കുക, ദൈവത്തോട് നീ സംസാരിക്കുക. How many of us would want to say, God, can I get up on the mountain? എത്ര പേർക്ക് പറയുവാൻ ആഗ്രഹമുണ്ട്, ദൈവമേ എനിക്കും ആ പർവ്വതത്തിലേക്ക് കയറണം. Because he came for them. കാരണം ദൈവം വന്നത് അവർക്ക് വേണ്ടിയാണ്. He came to reach his hand out in covenant. ദൈവം ആ ഉടമ്പടിയിലേക്ക് തന്റെ കരം നീട്ടുവാനായിട്ട് കടന്നു വന്നു. So that they would know this is the God we are making covenant with. അതുകൊണ്ട് അവർക്ക് അറിയുവാൻ കഴിയും, ഈ ദൈവവുമായിട്ടാണ് ഞങ്ങൾ ഉടമ്പടിയിൽ ഏർപ്പെടാൻ പോകുന്നത്. But they ran away. They stayed away. എന്നാൽ അവർ മാറി നിന്നു. God said, okay. ദൈവം ഓക്കേ എന്ന് പറഞ്ഞു. The next few chapters up to verses 23 is God telling Moses the rest of the covenant. 23-ാമത്തെ അധ്യായത്തിൽ ദൈവം ആ ഉടമ്പടിയെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ മോശയോട് പറയുകയാണ്. And he talks about the different laws about servants, laws about property, laws about the feasts, the Sabbath, and about worshipping other gods. അപ്പോൾ അടിമകളെ കുറിച്ചുള്ളതും വേലയെക്കുറിച്ചുള്ളതും അതോടൊപ്പം തന്നെ സമ്പത്തിനെ കുറിച്ചുള്ളതും വ്യത്യസ്തമായിട്ടുള്ള പെരുന്നാളുകളെ കുറിച്ചുള്ളതും അങ്ങനെ അതോടൊപ്പം തന്നെ മറ്റു ദൈവങ്ങളെ കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ബിംബാരാധനയെ കുറിച്ചും എല്ലാം പറയുകയാണ്. And once more he asks them, ഒരിക്കൽ കൂടെ അവരോട് ചോദിക്കുകയാണ്, is this okay? ഇത് നിങ്ങൾക്ക് പറ്റുമോ? Do you agree? നിങ്ങൾ ഇത് സമ്മതിക്കുന്നുവോ? What an awesome God, huh? എത്രമാത്രം മഹത്തരമായിട്ടുള്ള ദൈവമാണ്. He comes to every one of us with the same questions. ഇതേ ചോദ്യത്തോടെ ഈ ദൈവം നാം ഓരോരുത്തരോടും നമ്മുടെ അടുക്കൽ വരികയാണ്. Do you agree? Do you want to go deeper? നിങ്ങൾക്ക് ഇനിയും ആഴത്തിലേക്ക് കയറുവാൻ ആഗ്രഹമുണ്ടോ? Do you want to walk in deeper covenant with me? നിങ്ങൾക്ക് ഞാനുമായിട്ട് വീണ്ടും ആഴത്തിലുള്ള ഒരു ഉടമ്പടിയിൽ നടക്കുവാൻ ആഗ്രഹമുണ്ടോ? Or are you saying, oh, this far is enough? അതോ നിങ്ങൾ പറയുകയാണ്, ഈ ദൂരത്തിൽ നിന്നാൽ മതി. I can go on with life and I can see the mountain. This is good. എനിക്ക് എൻ്റെ ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഈ പർവ്വതമൊക്കെ അല്പം ദൂരം ഒന്ന് കാണാനൊക്കെ പറ്റുന്നുണ്ടോ, ഇത് മതി. But that's not why he came. എന്നാൽ അതിനുവേണ്ടി അല്ല ദൈവം വന്നത്. He came to call them and transform them into a kingdom of priests. ദൈവം ഒരു പുരോഹിത രാജ്യത്വമാക്കുവാൻ വേണ്ടി അവിടെ വന്നു. And they got stuck halfway in the plan. അവർ ആ പദ്ധതിയുടെ ഇടയ്ക്ക് വെച്ച് അവർ തങ്ങി നിൽക്കുകയാണ്. Amen. We don't want to get stuck halfway in God's plan for us. നമുക്ക് ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതിയിൽ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ട് നിൽക്കുവാൻ നമുക്ക് ആഗ്രഹമില്ല. And the only way to go forward is walking in covenant. അതിൻ്റെതായിട്ടുള്ള മുന്നേറുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ നടക്കുക. Chapter 24, the covenant is ratified. 24-ാമത്തേതായിട്ടുള്ള അധ്യായത്തിൽ അവിടെ ഉടമ്പടി അത് സ്ഥാപിക്കപ്പെടുകയാണ്. God tells Moses in verse 1, come up to the Lord, you and Aaron, Nadab and Abihu, and 70 of the elders of Israel,
and worship afar off. ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ വാക്യത്തിൽ പറയുന്നു, അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്തു നിന്ന് നമസ്കരിപ്പിൻ. And it says, and Moses alone will come near the Lord. മോശ മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ. Verse 3, and Moses came and told the people all the words of the Lord and all the judgments, and all the people answered with one voice and said, all the words which the Lord has said we will do. മൂന്നാമത്തെ വാക്യം പറയും, എന്നാറേ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. What was this again? ഇത് എന്തുവായിരുന്നു? Consent. വീണ്ടും നമ്മുടെ സമ്മതം നൽകുകയാണ്. He's asking, are you sure? നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് And ചോദിക്കുക. they said, we will do what the Lord has asked us to do. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ദൈവം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്യുമെന്ന് ഏക ശബ്ദത്തോടെ പറയുകയാണ്. You know, we've got to tell God that. നമുക്ക് ദൈവത്തോട് ഇത് പറയേണ്ടതാകും. We may not always be able to fully do it. ഒരുപക്ഷെ എല്ലാ സമയത്തും പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ലായിരിക്കാം. But that surrender, saying, Lord, I want to give my life to you. I want to fully obey you in everything that you ask of me. എന്നാൽ ആ വിധേയത്വം ആവശ്യമാണ്. കർത്താവേ, അങ്ങ് പറയുന്നത് പൂർണ്ണമായിട്ടും ഞാൻ അനുസരിക്കുമെന്ന് പറയുവാനുള്ള മനോഭാവം ആവശ്യമാണ്. That word, those words matter. ആ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. Because they hadn't done anything yet. കാരണം അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. They just said, we agree. അവർ പറയുകയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. Because God looks at them as kings. കാരണം ദൈവം അവരെ നോക്കുന്നത് രാജാക്കന്മാരായിട്ടാണ്. And He looks at them as those with free will. അവർക്ക് സ്വന്തം ഇഷ്ടമുള്ളവരായിട്ടുമാണ് കാണുന്നത്. And He honors the fact that they agreed to His covenant. അവർ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ അവർ സമ്മതം നൽകി എന്നുള്ളത് ദൈവം അതിനെ മാനിക്കുന്നു. So the next things we see is actually Moses wrote all the words of the Lord. അടുത്തതായിട്ട് നാം കാണുന്നത് ഈ യഹോവയുടേതായിട്ടുള്ള വചനങ്ങളെല്ലാം മോശ എഴുതുകയാണ്. So very interestingly, you know, even when covenants are made, both sides write down the terms of the covenant. അപ്പോൾ ഈ ഉടമ്പടിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം രണ്ട് ആൾക്കാരും എഴുതുകയാണ്. So this is Moses, he wrote down everything that God spoke. ദൈവം പറഞ്ഞതെല്ലാം മോശ എഴുതുകയാണ്. And then the next few verses, animals are sacrificed and their blood is shed. അതിനുശേഷം നാം കാണുന്നത് മൃഗങ്ങൾ അവിടെ യാഗം കഴിക്കപ്പെടുകയും അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകുകയും ചെയ്യുന്നു. Verse 7, he begins to read out the covenant once again to the people. ഏഴാമത്തെ വാക്യം പറയുന്നത്, അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. And again the people said, all the Lord has said we will do and be obedient. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. And Moses takes the blood, sprinkles it on them, and the covenant is ratified. അപ്പോൾ മോശെ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. അങ്ങനെ ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തമിതാ എന്ന് പറയുക. And at the end of every covenant, the two parties have a meal together. എല്ലാ ഉടമ്പടിയും സ്ഥാപിച്ചതിന് ശേഷം ഈ രണ്ട് പാർട്ടികളും ചേർന്ന് ഒന്നിച്ച് അവരൊരു ഭക്ഷണം കഴിക്കും. It's just like a marriage. അതൊരു വിവാഹം പോലെയാണ്. Do you? നിങ്ങൾ സമ്മതിക്കുന്നു? And do you? താങ്കളും സമ്മതിക്കുന്നു? Are you sure? ഉറപ്പാണോ? Okay, if you're sure, then speak the words of the covenant. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉടമ്പടിയുടെ വാക്കുകൾ പറയുക. And then there's a meal to celebrate. അതിനുശേഷം ആഘോഷത്തിൻ്റെതായിട്ടുള്ള ഒരു വിരുന്നുണ്ട്. So here they have to eat together. ഇവിടെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. Verse 9, then went up Moses and Aaron, Nadab and Abihu, and 70 of the elders of Israel, and they saw the God of Israel. And there was under his feet, as it were, a paved work of a sapphire stone. So they go up. Once the blood was shed, now they could go up. അനന്തരം മോശയും അഹ്റോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. Till then they had to stay away. അതുവരെ അവർക്ക് ദൂരെ നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. Once the blood was shed, എന്നാൽ രക്തം തളിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ now they can go up. അവർക്ക് മുകളിലേക്ക് കയറി ചെല്ലുവാൻ And കഴിയും. they see him. അവർ ദൈവത്തെ കാണുകയാണ്. And in verses 11 it says, and upon the nobles of the children of Israel he laid not his hand. Also they saw God and they ate and drank. 11ാമത്തെ വാക്യം പറയുന്ന, ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. I wonder what the menu is like. ആ മെനു എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. When you're called up to glory in heaven and God has prepared a table for you. Why? Because covenant
has been ratified. ഉടമ്പടിയിൽ ഏർപ്പെട്ടതുകൊണ്ട് സ്വർഗീയമായിട്ടുള്ള ദൈവത്തിന്റെ മഹത്വത്തിലുള്ള ആ വിരുന്ന് എന്തായിരുന്നു ഞാൻ ചിന്തിക്കുകയാണ്. They were slaves a few weeks ago. അവർ അല്പ ആഴ്ചകൾ മുമ്പാകെ അടിമകളായിരുന്നു. Now they're sitting at God's table eating God food. ഇപ്പോൾ അവർ ദൈവത്തിന്റെ മേശമേലിരുന്ന് ദൈവത്തിന്റെ ഭക്ഷണം കഴിക്കുകയാണ്. What would it have tasted like? I don't know. എങ്ങനെയായിരിക്കും അതിന്റെ രുചി എന്ന് ഞാൻ ഓർക്കുകയാണ്. God, veg, non-veg. What was it? What's heaven's non-veg? I don't know. അത് വെജ് ആണോ നോൺ വെജ് ആണോ ഒന്നും അറിയുകയില്ല. But they're sitting with God at the table and they're eating and drinking. എന്നാൽ What is that like? ആ മേശമേൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എന്ന് പറയുകയാണ്. But that is what we are all called for. അതിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. Amen. Even when we partake of communion, and we just had it today, communion is such a powerful, powerful thing that, when we take it, we should be just celebrating in joy, because it says this is a communion with my body and a communion of my blood, that we get to partake of his life and his nature. ഇപ്പോൾ നാം കർത്തൃമേശയിൽ നാം ഒന്നിച്ച് പങ്കാളികളായി അത് ദൈവത്തിന്റെ ആ വലിയ സ്വഭാവത്തിലും ദൈവത്തിന്റെ ഉടമ്പടിയിലേക്കും കയറുന്ന വലിയൊരു സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും അനുഭവമായിരിക്കണം. And only the shed blood of Jesus makes us worthy to come and to partake with God. യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള ചൊരിയപ്പെട്ടിരിക്കുന്ന രക്തം നമ്മുടെ മേൽ വന്നിരിക്കുന്നത് മാത്രമാണ് ഈ ദൈവത്തോട് ഒന്നിച്ച് ഉടമ്പടിയിലായിരിക്കുവാൻ നമുക്ക് യോഗ്യത നൽകുന്നത്. And not just communion, I'm talking about the place with God at the table, to sit with him and eat with him and talk to him and hear from him is made available to every one of us because of what Jesus has done. അത് കർത്തൃമേശയുടെ കാര്യം മാത്രമല്ല, എന്നാൽ ദൈവത്തോടൊപ്പം ഇരുന്ന് ദൈവത്തോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനും ദൈവം പറയുന്നത് കേൾക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുവാനുമുള്ള എല്ലാ അവസരവും യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തിരിക്കുന്ന വലിയ പ്രവൃത്തി മുഖാന്തരം ഇന്ന് നമുക്ക് ലഭ്യമാണ്. So after this, the elders and Nadab, Abihu, Aaron go back down, and God says, Moses, now I want you to come up again. അപ്പോൾ ഇതിന് ശേഷം മൂപ്പന്മാരും നാദാബും അബീഹുവും എല്ലാം അവർ താഴേക്ക് പോവുകയാണ്. എന്നാൽ മോശയോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ ആയിരിക്കുക. And Joshua waits while Moses gets up into the cloud. മോശെ പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ യോശുവ അവിടെ കാത്തു നിൽക്കുകയാണ്. And we all know Moses goes up, and we all, I have always thought, oh, Moses went up 40 days, 40 nights. He's just like having a good time in heaven, talking with God, maybe partying there, and then he comes down after 40 days. നാം ചിന്തിക്കുന്നത് മോശയ്ക്ക് ഇതുപോലെ 40 രാവും പകലും ദൈവത്തോടൊപ്പമുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള സമയമാണ്, എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നു. But God took him up because there's more to the plan. എന്നാൽ ദൈവം തന്നെ ഉയരങ്ങളിലേക്ക് എടുത്തത് തന്നെക്കുറിച്ചുള്ള പദ്ധതിയിൽ ഇനിയുമുണ്ട്. And those 40 days were God needed to download some things into Moses. ആ 40 ദിവസം എന്ന് പറയുന്നത് ദൈവത്തിന് മോശയിലേക്ക് ചില ഡൗൺലോഡുകൾ നൽകുവാനുണ്ട്. And chapter 25, let me just rush through the first few verses. God tells Moses, tell the people to take an offering. അവിടെ 25-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, ജനത്തിൽ നിന്ന് വഴിപാട് കൊണ്ടുവരാൻ പറയുക. And verses 8, and let them make me a sanctuary that I may dwell among them. 8-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. This covenant was great. ഈ ഉടമ്പടി വളരെ നല്ലതായിരുന്നു. I can stay in heaven. എനിക്ക് സ്വർഗ്ഗത്തിലിരിക്കാം. You can stay on earth. നിങ്ങൾക്ക് ഭൂമിയിലിരിക്കാം. We meet once in a while. നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണാം. Moses will, pass the message, say, God said this, and then the people said that, and then God said this, and then the people said that. മോശയാണെങ്കിൽ അത്യാവശ്യമുള്ള ആ സന്ദേശങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കൊടുത്തോളും. But God said that's not the plan. എന്നാൽ ദൈവം പറഞ്ഞു, അതല്ല പദ്ധതി. Now that we are in covenant, നാം ഇപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്നതുകൊണ്ട് we have to be together. നാം ഒന്നിച്ചായിരിക്കണം. I will come and dwell among you. ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ പാർക്കും. Hallelujah. Hallelujah. He says, Moses, they're not ready to have me there. മോശ അവർ എന്നെ വഹിക്കുവാനായിട്ട് എന്നോടൊപ്പം ആയിരിക്കുവാൻ അവർ തയ്യാറായിട്ടില്ല. They're too messy. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. Inside, outside. അകത്തും പുറത്തും. Slaves a couple of weeks ago. അല്പ ആഴ്ചകൾക്ക് മുമ്പാകെ അടിമകളായിരുന്നല്ലോ.
But I need to get in the middle. എന്നാൽ എനിക്ക് അവരുടെ മധ്യേ ആയിരിക്കണം. And if I have to get in the middle, some things have to be set in order. ഞാൻ അവരുടെ മധ്യേ ആയിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു ക്രമം വേണം. He says, take an offering അതുകൊണ്ട് ഒരു വഴിപാടെടുത്ത് from what they have in their hand. അവരുടെ കയ്യിലുള്ളതിൽ നിന്ന് എടുത്ത്. I have lots of gold and silver in heaven. എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരുപാട് പൊന്നും വെള്ളിയും ഒക്കെ I can drop it through the cloud down for you. എനിക്ക് വേണമെങ്കിൽ അത് മേഘത്തിൽ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് ഇടാൻ പറ്റും. But that's not the kind of house I dwell in. എന്നാൽ ഞാൻ വസിക്കുന്നതായിട്ടുള്ള മന്ദിരം അങ്ങനെയല്ല. Ask them to bring it in, what they have. അവരുടെ പക്കൽ ഉള്ളതിൽ നിന്ന് അവർ കൊണ്ടുവരട്ടെ. Ask them to make a sacrifice. അവരോട് ഒരു യാഗം കഴിക്കാൻ പറയുക. And I will show you how they should build. അവർ എങ്ങനെ വസിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. And those whole 40 days were Moses taking notes. ഈ 40 ദിവസവും മോശ അതെല്ലാം കുറിച്ചെടുക്കുകയായിരുന്നു. It was actually more duty time for Moses. മോശയെ സംബന്ധിച്ച് ഒരുപാട് വേലയുള്ള ഒരു I സമയമായിരുന്നു. thought Moses was chilling in heaven. ഞാൻ വിചാരിച്ചു മോശ സ്വർഗ്ഗത്തിൽ വളരെ സുഖമായിട്ടിരിക്കുകയാണ്. But God said, pay attention to everything you're seeing. I want it done exactly the way you're seeing it. എന്നാൽ ദൈവം പറയുകയാണ് മോശയോട് നീ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക, നീ കാണുന്നതെല്ലാം കുറിച്ചെടുത്ത് അതുപോലെ തന്നെ ചെയ്യണം. It's like when you're building a house, right? And you tell the contractor or the architect, this is how I want it. അത് നാം ഒരു ഭവനം പണിയുമ്പോൾ കോൺട്രാക്ടറിനോടോ അല്ലെങ്കിൽ ആർക്കിടെക്ടിനോടോ പറയുന്ന പോലെ ഇതുപോലെ എനിക്ക് വേണം. And then most often you'll come and you'll see they did nothing like what you wanted it to be done. പല സമയത്തും നാം വന്ന് പിന്നീട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. So God told Moses, pay attention to everything you see here. I want a replica down there. അതുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ്, നീ ഇവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷ്മതയോടെ നീ എഴുതിയെടുത്ത് അതുപോലെ തന്നെ എനിക്ക് താഴെ വേണം. Let them make me a sanctuary for me to dwell among them. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. Even after Moses builds that sanctuary, മോശ ആ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കിയതിനു ശേഷം we know that the presence of God came down. നമുക്കറിയാം ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വന്നു. But it never lasted. എന്നാൽ അവിടെ അത് നിന്നില്ല. They'd keep breaking covenant. അവർ ആ ഉടമ്പടിയിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരുന്നു. And the presence will leave. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുമാറി. But God ratified that house by coming down in fire when they dedicated it. എന്നാൽ ആ ഭവനത്തെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവം അഗ്നിയാൽ അവിടെ സന്നിഹിതനായിരുന്നു. And then David comes up and says, I want to build God a house. അപ്പോൾ ദാവീദ് വന്ന് പറയുകയാണ്, എന്റെ ദൈവത്തിന് എനിക്കൊരു ആലയം പണിയണം. And then God says, not you, your son Solomon will do അപ്പോൾ it. ദൈവം പറയുന്നു, നീയല്ല, നിന്റെ പുത്രനായിരിക്കുന്ന So ശലോമോൻ. Solomon builds a grand house for God. അതുകൊണ്ട് ശലോമോൻ ദൈവത്തിന് വേണ്ടി വളരെ മഹത്തരമായിട്ടുള്ള ഒരു ആലയം And പണിയുകയാണ്. God comes down in fire. ദൈവം വീണ്ടും അഗ്നിയാൽ അവിടെ വരികയാണ്. Because that showed that his presence was coming down. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നു എന്നുള്ളതിന്റെ അടയാളമായിരുന്നു. A couple of 100 years later, Solomon's temple is destroyed. 100 വർഷങ്ങൾക്ക് ശേഷം ശലോമോന്റെ ആലയവും തകർന്നു പോയിരിക്കുന്നു. And then again, they've broken the covenant, they've committed idolatry, they're all slaves in different places. അതിനുശേഷം അവർ ആ ഉടമ്പടിയിൽ നിന്ന് വിട്ടുമാറി അവർ ബിംബാരാധനയ്ക്ക് പുറകിലെല്ലാം പോയി. അതിനുശേഷം അവർ വീണ്ടും അടിമത്തത്തിലേക്ക് പോവുകയാണ്. The covenant is broken, the presence is gone. അപ്പോൾ ഉടമ്പടിയിൽ നിന്ന് മാറുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുമാറും. Then God raises up a Cyrus. അതിനുശേഷം കോരശിനെ എഴുന്നേൽപ്പിക്കുക. And a Nehemiah and an Ezra, and they come back and they build another temple. നെഹമ്യാവിനെയും എസ്രായെയും എല്ലാം എഴുന്നേൽപ്പിച്ച് വീണ്ടും ആലയം പണിയുകയാണ്. But again that is destroyed. Again the covenant is broken and there is no temple. എന്നാൽ വീണ്ടും ആ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോവുകയും ആ ആലയം തകർക്കപ്പെടുകയും ചെയ്യുകയാണ്. In the book of Isaiah, God realized, hey, this plan is not working. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന് മനസ്സിലാവുകയാണ്, ഈ പദ്ധതി നടക്കുന്നില്ല. I got to think of a better plan. എനിക്ക് നിശ്ചയമായും മികച്ചതായിട്ടുള്ള മറ്റൊരു പദ്ധതി വേണം. Isaiah 66 verses 1 and 2. യെശയ്യാവിന്റെ പുസ്തകം 66 അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. Thus says Jehovah, heaven is my throne and the earth is my footstool. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വർഗ്ഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകും. Where is the house that you will build for me, and where is the place of my rest? നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എന്റെ വിശ്രമ സ്ഥലവും ഏത്? For all these things my hand has made. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. And so all these things have come into being, declares Jehovah. അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. But to this kind of man will I look. എങ്കിലും ഇതുപോലെയുള്ള ഒരു മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. Him who is poor and of a broken, a contrite spirit, and who trembles at my word. അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായിട്ടുള്ള മനുഷ്യൻ. God changed address. ദൈവം ആ ഒരു രീതിയെ മാറ്റിയിരിക്കുന്നു. He was planning a change of address. ദൈവം തന്റെ മേൽവിലാസം മാറ്റുകയാണ്. I'm stepping out of places and buildings and thrones and
temples. ഞാൻ സിംഹാസനം അല്ലെങ്കിൽ ആലയം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഇവിടെ വസിക്കുന്നത് ഞാൻ നിർത്തുകയാണ്. And I look to a man ഞാൻ മനുഷ്യനെ അന്വേഷിക്കുന്നു to make my dwelling place. എന്റെ വാസസ്ഥലമാക്കുവാനായി. After the blood of Jesus was shed at Calvary, യേശുക്രിസ്തുവിന്റേതായുള്ള രക്തം കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞതിന് ശേഷം and he tells his disciples, I go up to my Father and I'm to ratify the covenant, to present my blood before him. തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോയി എന്റെ രക്തത്തെ ഞാൻ സമർപ്പിച്ച ഉടമ്പടി ഉറപ്പിക്കുവാൻ The പോകും. blood of the new covenant. പുതിയ ഉടമ്പടിയുടേതായിട്ടുള്ള രക്തം. A new covenant, not the old laws, but a new law. പഴയ നിയമമല്ല, എന്നാൽ പുതിയ നിയമം. And then, just like Moses was up there 40 days getting the plan for the tabernacle. ആ കൂടാരത്തിൻ്റെതായിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മോശ എങ്ങനെ 40 ദിവസം മുകളിലായിരുന്നുവോ, Jesus was up there 40 days after his ascension preparing to make a tabernacle for God on earth. അതുപോലെ തന്നെ ഈ പിതാവിന് വേണ്ടി കൂടാരം ഒരുക്കുവാനായിട്ട് യേശു തന്റെ ആരോഹണത്തിന് ശേഷം 40 ദിവസം അവിടെയായിരുന്നു. And just like the fire of God descended when Aaron offered sacrifices at the first tabernacle. ആദ്യത്തെ കൂടാരത്തിൽ അഹരോൻ തന്റെ യാഗം നൽകിയപ്പോൾ എങ്ങനെ അഗ്നി വന്നിറങ്ങിയോ, As 120 were gathered together, the fire of God fell on each one of them, attesting, this is now my dwelling place. 120 പേർ അവർ ഒന്നിച്ച് ദൈവത്തെ കാത്തിരുന്നപ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള അഗ്നി അവരുടെ മേൽ വന്ന് ആ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. He changed residence. ദൈവം തൻ്റെതായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ മേൽവിലാസം മാറ്റിയിരിക്കും. And the God of who makes covenant now came upon every single one of us to make us his dwelling place. ദൈവം ഇപ്രകാരം ആ ഉടമ്പടി നാം ഓരോരുത്തരുമായിട്ട് സ്ഥാപിച്ച് അങ്ങനെ നമ്മെ ദൈവത്തിന്റെ വാസസ്ഥലമാക്കുവാനായിട്ട് കടന്നു വന്നിരിക്കും. So you're not ordinary, just you anymore. അതുകൊണ്ട് നാം ആരും സാധാരണക്കാരല്ല. Amen. ആമേൻ. If the sanctuary of God was carried with such glory, imagine what you and I are. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പേടകം അത്രമാത്രം ഭയത്തോടുകൂടെ വഹിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ആരാകുന്നു ചിന്തിച്ചാട്ടെ. So just a few things about the sanctuary, we're going to close. ഈ ഒരു ആലയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ The നിർത്തുകയാണ്. sanctuary was a place of continual worship. ആലയം എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ആരാധനയുടെ സ്ഥലമായിരുന്നു. I'm so excited about the revival nights that's happening here every day. ഇവിടെ എല്ലാ ദിവസവും നടക്കുന്ന റിവൈവൽ നൈറ്റിനെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But it's not the place, it's not the music, it's every one of those sanctuaries that come together that's bringing the glory of God down. അത് സ്ഥലത്തെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ അല്ല, എന്നാൽ കടന്നു വരുന്ന ഓരോ ആലയമാകുന്ന നാമം, വാസസ്ഥലമാകുന്ന നാമം ദൈവത്തിന്റെ തേജസ് കൊണ്ടുവരുന്നു. Amen. You and I are that tabernacle. ഞാനും നിങ്ങളുമാകുന്നു ആ കൂടാരം. You and I are that carrier of glory. ഞാനും നിങ്ങളുമാകുന്നു ആ മഹത്വത്തെ So വഹിക്കുന്നവർ. just like in for the first tabernacle, he said 24/7 there must be worship in the tabernacle. അപ്പോൾ ആദ്യത്തെ കൂടാരം പോലെ തന്നെ അവിടെ പറയുകയാണ് എല്ലാ സമയത്തും ആരാധന വേണം. God's sanctuary is a place of continual worship. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ കൂടാരം എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ആരാധനയുടെ സ്ഥലമാണ്. God's house is a place of sacrifice. ദൈവത്തിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് യാഗത്തിന്റെ സ്ഥലമാണ്. There is no worship that is comfortable and convenient. It does cost us to be his sanctuary. സൗകര്യമുള്ള ആരാധന അങ്ങനൊന്നുമില്ല. ഓരോ തവണയും നാം ആരാധിക്കുമ്പോൾ അവിടെ ഒരു യാഗമുണ്ട്, അവിടെ ഒരു വില കൊടുക്കേണ്ടി വരും. God's dwelling place is filled with joy. ദൈവത്തിൻ്റെതായിട്ടുള്ള വാസസ്ഥലം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ സ്ഥലമാണ്. His presence is fullness of joy. ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ If പരിപൂർണതയാണ്. I am his dwelling place, there is joy for me. ഞാൻ ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നുവെങ്കിൽ എന്റെ അകത്ത് സന്തോഷമുണ്ട്. I have to be walking in joy. ഞാൻ സന്തോഷത്തിൽ നടക്കേണ്ടുന്നവരാകും. I have to fight for joy. എനിക്ക് ആ സന്തോഷത്തിന് വേണ്ടി പൊരുതണം. I don't know if joy comes automatically to anybody. It doesn't for me. എനിക്ക് അറിയുകയില്ല ആ സന്തോഷം സാധാരണ പോലെ വരുമോ എന്നുള്ള. ഏതായാലും എനിക്ക് അങ്ങനെയല്ല. Default is always not joy. എല്ലായ്പ്പോഴും സാധാരണ രീതിയിൽ വരുന്ന സന്തോഷം ഇല്ലാതിരിക്കാനാണ്. Default is always this is wrong and that is wrong. This is not fixed. That is that's default. സാധാരണയായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന അതിന്റെ പ്രശ്നമുണ്ടല്ലോ, ഇത് ശരിയല്ലല്ലോ എന്നുള്ളതൊക്കെയാണ്. But in his presence is joy. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവിടെ സന്തോഷമുണ്ട്. God's sanctuary is a place of prayer. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ He സ്ഥലമാണ്. said, my house will be called a house of prayer. എന്റെ ആലയം പ്രാർത്ഥനയുടെ ആലയമായിട്ട് അറിയപ്പെടും. God's house is a place of intimate fellowship with. ദൈവത്തിൻ്റെതായുള്ള ആലയം വളരെ അടുത്ത കൂട്ടായ്മയുടെ സ്ഥലമാണ്. You don't have to go anywhere to have fellowship with God. ദൈവവുമായിട്ട് കൂട്ടായ്മയിലാകുവാൻ നിങ്ങൾക്ക് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. Lay your hand on your head. നിങ്ങളുടെ തലമേൽ
കരം വെച്ച് I am his sanctuary. ഞാൻ ദൈവത്തിന്റെ ആലയമാകുന്നു, I am his dwelling place. ഞാൻ ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നു, His presence is in me. ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ ഉള്ളുണ്ട്, I am his temple. ഞാൻ ദൈവത്തിന്റെ ആലയമാകുന്നു, He dwells inside me. ദൈവം എന്റെ അകത്ത് വസിക്കുന്നു. So if you want to find God, where do you go? അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ എവിടെ പോകണം? You are his dwelling place. നിങ്ങളാകുന്നു ദൈവത്തിന്റെ His വാസസ്ഥലം. sanctuary is now inside of you. നിങ്ങളുടെ ദൈവത്തിന്റെ വാസസ്ഥലം അല്ലെങ്കിൽ ആലയം ഇപ്പോൾ നിങ്ങളുടെ അകത്തുണ്ട്. Not this temple or that church or that place. ഈ ആലയമോ അല്ലെങ്കിൽ ആ സഭയോ അല്ലെങ്കിൽ ആ സ്ഥലമോ അല്ല. God changed address. ദൈവം മേൽവിലാസം മാറ്റിയിരിക്കുന്നു. Amen. God changed address. ആമേൻ. ദൈവം മേൽവിലാസം മാറ്റിയിരിക്കുന്നു. Address changed. ആ മേൽവിലാസം It മാറ്റിയിരിക്കുന്നു. was Jerusalem. അത് യെരുശലേം ആയിരുന്നു. It was temple. മുമ്പ് ആലയങ്ങളായിരുന്നു. But now he said, I've changed address. എന്നാൽ ഇപ്പോൾ മേൽവിലാസം മാറ്റിയിരിക്കുന്നു. The fire of God is on you. ദൈവത്തിൻ്റെതായിട്ടുള്ള അഗ്നി നിങ്ങളുടെ മേലുണ്ട്. That's his sign. I'm there. അത് ഒരു അടയാളമാണ് My ദൈവത്തിന്റെ sign that സാന്നിധ്യം. you're my sanctuary. നിങ്ങൾ എന്റെ ആലയമാണ് എന്നുള്ളതിന്റെ അടയാളം. God's place is a place of power. ദൈവത്തിൻ്റെതായിട്ടുള്ള ആലയം ഒരു ശക്തിയുടെ സ്ഥലമാണ്. When Israel went out to battle, they took the ark of the covenant with them. ഇസ്രായേലർ അവർ യുദ്ധത്തിന് പോയപ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള പെട്ടകം എടുത്തുകൊണ്ട് പോയി. We don't need to go find an ark. നമുക്ക് അങ്ങനെ ഒരു പെട്ടകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. We are the ark. നാം തന്നെ ആകുന്നു ദൈവത്തിന്റെ We are പെട്ടകം. carrying the presence. നാം ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്നു. Every situation I'm walking into, the glory of God is with me. ഓരോ സാഹചര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് എന്നോടൊപ്പമുണ്ട്. And our awareness of that truth releases that power. നമ്മുടേതായിട്ടുള്ള ആ സത്യത്തെക്കുറിച്ചുള്ള അവബോധം അല്ലെങ്കിൽ അറിവ് ആ ശക്തിയെ And വഹിക്കുകയാണ്. I pray a spirit of enlightenment upon us that we will be aware of this truth and walk in it. ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഈ സത്യം അറിഞ്ഞ് നമ്മുടെ കണ്ണുകൾ തുറന്ന് നാം നടക്കുമെന്നുള്ളത്. Let's rise up to our feet as we pray. നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. You are his dwelling place. നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലമാകും. You are his address. നിങ്ങൾ ദൈവത്തിന്റെ മേൽവിലാസമാകും. Not because any of us are worthy. ആരെങ്കിലും യോഗ്യരായതുകൊണ്ടല്ല. Not because we did anything right. ഏതെങ്കിലും കാര്യങ്ങൾ നാം ശരിയായി ചെയ്തതുകൊണ്ടല്ല. Because of the sacrifice of his son on the cross. എന്നാൽ ക്രൂശിൽ തന്റെ ഏകജാതനായ പുത്രന്റെ യാഗം Because നിമിത്തം the sacrifice was so perfect. ആ യാഗം തികഞ്ഞ യാഗമായിരുന്നു. The shed blood was so perfect ചൊരിയപ്പെട്ട രക്തം അത് തികഞ്ഞ രക്തമായിരുന്നു. that it sealed his covenant with us. അത് നാമമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഉടമ്പടിയിൽ മുദ്ര വെക്കുകയാണ്. And 40 days Jesus was up in heaven. 40 ദിവസം യേശുക്രിസ്തു സ്വർഗ്ഗത്തിലായിരുന്നു. He said, I'm going to send the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു എന്ന് പറഞ്ഞു. And you won't have to go to this mountain or that mountain to worship. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിമേൽ ആരാധിക്കുവാനായിട്ട് നമസ്കരിക്കുവാനായിട്ട് ഈ പർവ്വതത്തിലോ ആ മലയിലോ പോകണ്ട. Because I'm going to raise true worshippers everywhere. കാരണം ഞാൻ എല്ലായിടത്തും സത്യ നമസ്കാരികളെ ഉയർത്തുവാൻ പോകുന്നു. 40 days he was preparing to change address. 40 ദിവസം യേശുക്രിസ്തു തന്റെ മേൽവിലാസം മാറ്റുവാനായിട്ട് തയ്യാറെടുത്തു. And then he said, I'm going to go on all flesh. അതിനുശേഷം പറഞ്ഞു ഞാൻ സകല ജഡത്തിന്മേലും പോവുകയാണ്. All flesh. സകല ജഡത്തിന്മേലും. The Holy Spirit is able now to rest on all flesh. പരിശുദ്ധാത്മാവ് സകല ജഡത്തിന്മേലും പകരുവാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിന് കഴിയും. Because the blood of Jesus covers us. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ പൊതിയുന്നു. Father, help us to live as your dwelling places. പിതാവേ അങ്ങയുടെ വാസസ്ഥലമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. Oh, let there be a shift in revelation this morning. കർത്താവേ ഈ പ്രഭാതത്തിൽ വെളിപ്പാടിൽ വലിയൊരു വ്യത്യാസമുണ്ടാകട്ടെ. Let there be a shift in mindset this morning. കർത്താവേ മനസ്സിന്റേതായിട്ടുള്ള അവസ്ഥകളിൽ വലിയൊരു മാറ്റമുണ്ടാകട്ടെ. Let there be a shift in our language this morning as we are dwelling places of God. കർത്താവേ ഞങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലമാകിയാൽ ഞങ്ങളുടെ ഭാഷകളിൽ വലിയ മാറ്റമുണ്ടാകട്ടെ. Let there be a shift in our decision making because I'm now a dwelling place for God. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു വാസസ്ഥലമാകിയാൽ എന്റെ തീരുമാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. I have deep fellowship with the Father because he dwells inside of me. പിതാവ് എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് ദൈവവുമായിട്ട് ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയുണ്ട്. Lord, anyone feeling dry and far away from your presence, Lord, I pray that you just, Lord, give them that revelation that you are inside them already. കർത്താവേ ദൈവം അവരിൽ നിന്ന് ദൂരെ ആയിരിക്കുന്നു എന്നുള്ള ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണങ്ങിയതായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ വാസസ്ഥലമാകുന്നു എന്നുള്ള വെളിപ്പാട് അവരിലേക്ക് പകരണമേ. When the Lord says, I am not far away. കർത്താവ് പറയുന്നു ഞാൻ ദൂരത്തല്ല. I am not far away. ഞാൻ ദൂരത്തല്ല. Some of you just feel God is so far away from me. നിങ്ങളിൽ ചിലർ ചിന്തിക്കുകയാണ് ദൈവം എന്നിൽ നിന്ന് എത്രയോ ദൂരെയാണ്. But the power of his blood wants to tell you, it speaks and says, I am with you and I am within you. എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള രക്തത്തിന്റെ ശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ നിന്റെ അകത്തുണ്ട്. And put your confidence in the blood.
നിങ്ങളുടേതായിട്ടുള്ള ആ വിശ്വാസം അത് ഈ രക്തത്തിന്മേൽ നിങ്ങൾ വെക്കുക. Put your confidence in the Holy Spirit. നിങ്ങളുടേതായിട്ടുള്ള ആ ഉറപ്പ് അത് പരിശുദ്ധാത്മാവിനാൽ വെക്കുക. Let there be a nearness to God this morning. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു സാമീപ്യം ഉണ്ടാകട്ടെ. Lord, we don't want to say, Lord, you stay away from me because we can't handle your glory. കർത്താവേ, അങ്ങയുടെ തേജസ്സ് ഞങ്ങൾക്ക് വഹിക്കുവാൻ, ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല, താങ്ങുവാൻ കഴിയുകയില്ല, അതുകൊണ്ട് ദൂരെ നിന്നാൽ മതി എന്ന് ഞങ്ങൾ പറയുന്നില്ല. But we say we're coming nearer, Lord. എന്നാൽ ഞങ്ങൾ പറയുന്നു, കർത്താവേ, ഞങ്ങൾ അടുത്തു We're വരും, coming nearer, Lord. ഞങ്ങൾ അടുത്തു വരും. Just feel the Lord just drawing some of us, the enemy's lies that have just made you believe God is far away. ചില വ്യക്തികളെ ദൈവം ഇപ്പോൾ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. പിശാച് നിങ്ങളോട് നുണ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് നിങ്ങൾ എത്രയോ ദൂരെ ആയിരിക്കുന്നു എന്നുള്ള നുണ വിശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. And he's just making place inside your heart and just saying that I want you to prepare place for me inside your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥലം ഒരുക്കിക്കൊണ്ട് ദൈവം നിങ്ങളോട് പറയുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലം ഒരുക്കുക. Prepare that central place of your life for me. നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യഭാഗം എനിക്ക് വേണ്ടി ഒരുക്കുക. Because you are my temple. കാരണം നിങ്ങൾ എൻ്റെ ആലയമാകും. You are my temple. നിങ്ങൾ എൻ്റെ ആലയമാകും. You are my temple. നിങ്ങൾ എൻ്റെ ആലയമാകും. You are my sanctuary. നിങ്ങൾ എൻ്റെതായിട്ടുള്ള മഹത്തായ ആലയമാകും. You are my tabernacle. നീ എൻ്റെ കൂടാരമാകും. You are the one I delight to dwell in. ഞാൻ നിന്നിൽ വസിക്കുവാൻ ഏറെ ആഗ്രഹിക്കുന്നു. I delight to dwell in you. ഞാൻ നിന്നിൽ വസിക്കുവാൻ സന്തോഷിക്കുന്നു. Praise you, Father. പിതാവേ, മഹത്വം. Father, thank you for your presence. പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. Let us walk, Lord, in a new level of your glory, Father, as we, Lord, with this revelation, Lord, that we are dwelling places for God. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ആലയമാകുന്നു എന്നുള്ള വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു തേജസ്സിന്റെ തലത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. We release that over the church. ഇത് സഭയുടെ മേൽ പകരുന്നു. A new level of glory. ഒരു മഹത്വത്തിന്റെ പുതിയ അളവ്. A new level of glory. മഹത്വത്തിന്റെ പുതിയ അളവ്. A new level of intimacy with God. ദൈവവുമായിട്ടുള്ള അടുപ്പത്തിന്റെ പുതിയ നിലവാരം. A new level of power. പുതിയ ശക്തിയുടെ അളവ്. A new level of your presence among us, Lord. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളതിന്റെ പുതിയ നിലവാരം. Because we're not one temple, we are many temples. കാരണം ഞങ്ങൾ ഒരു ആലയമല്ലല്ലോ, ഞങ്ങൾ അനേക ആലയങ്ങളുണ്ട്. And you are with us. അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട്. Give you praise. എല്ലാ സ്തുതിയും അങ്ങേക്ക്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ.